മൂന്നാം നരേന്ദ്ര ഭാരതത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നരേന്ദ്രമോദിയും മുതിർന്ന നേതാക്കളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള നേതാക്കളെ സാക്ഷിയാക്കി നടക്കുന്ന ചടങ്ങ് രാജ്യത്തുടനീളം BJP വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. ഇവരുമായി ഡൽഹിയിൽ വീണ്ടും എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, രാജ്യം വലിയ ആഹ്ലാദത്തിലാണ്. മൂന്നാം നരേന്ദ്ര ഭാരതം പിറവികൊള്ളാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എത്രത്തോളം തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു ഇന്ദ്രപ്രസ്ഥത്തിൽ? സുരേഷ്, വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. പ്രധാനമായും ഇന്ന് 30 മന്ത്രിമാരുടെയെങ്കിലും സത്യപ്രതിജ്ഞാ ചടങ്ങുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 45 മിനിറ്റ് നേരമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 7:15 മുതൽ 8 മണി വരെയുള്ള സമയത്തിനിടയ്ക്കായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ചടങ്ങ് വീക്ഷിക്കുവാൻ വേണ്ടി ഭാരതത്തിൻ്റെ അയൽ രാജ്യങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രത്തലവന്മാർ ഇതിനോടകം തന്നെ രാജ്യതലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, അതേപോലെ തന്നെ ശ്രീലങ്കൻ പ്രസിഡന്റ്, മൗറീഷ്യസ് പ്രധാനമന്ത്രി, അതേപോലെ തന്നെ മറ്റ് നേപ്പാളിൻ്റെയും ഭൂട്ടാൻ്റെയും അടക്കം മാൽദ്വീപിൻ്റെ അടക്കം രാഷ്ട്രത്തലവന്മാർ ഇന്ന് ഈ ഡൽഹിയിൽ ഈ ഒരു ചടങ്ങിന് സാക്ഷിയാകും. ഒപ്പം തന്നെ ഉത്തരാഖണ്ഡിലെ ടണൽ നിർമ്മാണത്തിനിടെ കുടുങ്ങിയ തൊഴിലാളികളുടെ പ്രതിനിധികൾ, അതേപോലെ തന്നെ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിലേർപ്പെട്ട തൊഴിലാളികളുടെ പ്രതിനിധികൾ, അതേപോലെ തന്നെ മറ്റ് ട്രൈബൽ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരുടെ പ്രതിനിധികൾ, മറ്റ് തൊഴിലാളി വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരുടെയൊക്കെ പ്രതിനിധികൾ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകും, അല്ലെങ്കിൽ ചടങ്ങിൽ പങ്കാളികളാകും. അവർക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് രാജ്യതലസ്ഥാനത്ത് വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചൊരു ത്രിതല സുരക്ഷാ സംവിധാനത്തിലൂടെയാണ് രാജ്യതലസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹി പോലീസിൻ്റെ സുരക്ഷ, അതേപോലെ തന്നെ രാഷ്ട്രപതി ഭവൻ്റെ കാവലുള്ള ഭടന്മാരുടെ സുരക്ഷ, ഇതിനൊപ്പം തന്നെ ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ കമാൻഡോ ഫോഴ്സുകളും പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ കമാൻഡോ ഫോഴ്സുകളും രാജ്യതലസ്ഥാനത്തുടനീളം വിന്യസിച്ചിരിക്കുന്നു. കൂടാതെ ട്രാഫിക് നിയന്ത്രണത്തിനായി ഏതാണ്ട് ഡൽഹി പോലീസിൻ്റെ 1100 പോലീസുകാരെയാണ് നഗരത്തിലുടനീളം വിന്യസിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് രാജ്യത്തുടനീളം വലിയ ആഘോഷമാറ്റി മാറ്റാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കേന്ദ്രീകരിച്ച് വലിയ LCD ഡിസ്പ്ലേകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ലൈവായി തന്നെ പ്രദർശിപ്പിക്കുവാനുള്ള നീക്കമാണ് BJP രാജ്യത്തുടനീളവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മധുരപലഹാരങ്ങൾ വിതരണങ്ങളും അതേപോലെ തന്നെ വലിയ ആഘോഷങ്ങൾ തന്നെ രാജ്യത്തുടനീളം. പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം ആഘോഷത്തിലാണ്, ആഘോഷ നിറവിലാണ് രാജ്യമെങ്ങും. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യമുള്ള ആൾക്കാർ ഈ ശുഭമുഹൂർത്തം, ഈ സുദിനം ഏറ്റെടുക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് രാജ്യമെങ്ങും ആഘോഷത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാത്തിരിപ്പിൻ്റെ ദിവസം കൂടിയാണ്. ആകാംക്ഷയോടെ കാത്തിരിപ്പ്. സുരേഷ് ഗോപി MP, നിയുക്ത MP ആയ സുരേഷ് ഗോപി മന്ത്രിപദത്തിലേക്ക് എത്തുമോ? ആ കാര്യത്തിൽ സുനിശ്ചിതമാണെങ്കിലും ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു മന്ത്രി പദവി അദ്ദേഹത്തെ തേടി എത്തുമോ എന്ന കാത്തിരിപ്പിലാണല്ലേ. കാരണം മലയാളികൾക്കുള്ള, കേരളത്തിനുള്ള ഒരു അംഗീകാരം സ്വാഭാവികമായും തീർച്ചയായും നരേന്ദ്രമോദിയുടെ ഭാഗത്തിനും ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ. അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിനും അല്പസമയത്തിനകം തന്നെ ഡൽഹിയിലേക്ക് വിമാനം കയറും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. സുരേഷ്, വലിയ ആഘോഷങ്ങൾ തന്നെയാണ് രാജ്യത്ത് നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒരു ചരിത്ര നിമിഷത്തിനാണ് രാജ്യം സാക്ഷിയാകാൻ പോകുന്നത്. 1952-ലും 58-ലും 62-ലും ജവഹർലാൽ നെഹ്റു 3 തവണ അടുപ്പിച്ച് പ്രധാനമന്ത്രിയായിരുന്നു. പിന്നീട് ഏതാണ്ട് 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇത് ആദ്യമായാണ് ഒരു വ്യക്തി 3ാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത്. സ്വാഭാവികമായും അത് BJP 3ാം തവണയും അധികാരത്തിലേക്ക് എത്തുന്നു. അത് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സ്വാഭാവികമായും വലിയ ആഘോഷങ്ങൾ BJP പദ്ധതിയിട്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ തെരുവുകളിലും വലിയ ഡിസ്പ്ലേ ബോർഡുകൾ, വലിയ ഡിസ്പ്ലേയിലൂടെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരിട്ട് ജനങ്ങൾക്ക് വീക്ഷിക്കുവാനുള്ള അവസരമാണ് BJP ഒരുക്കി കൊടുക്കുന്നത്. മാത്രമല്ല, വലിയ മധുരപലഹാര വിതരണങ്ങളും വലിയ ആഘോഷങ്ങളും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കും. അതിനാൽ തന്നെ രാജ്യത്തുടനീളം ഒരു സുരക്ഷാ അലേർട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ആരൊക്കെ മന്ത്രിമാരാകുമെന്നുള്ള ആകാംക്ഷ ജനങ്ങൾക്കിടയിലുണ്ട്. അതേസമയം 2014-ലെയും 2019-ലെയും ഒക്കെ തന്നെ നമുക്ക് മന്ത്രിമാരുടെ പട്ടിക
പരിശോധിച്ചാൽ അന്ന് പലരും രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും വിലയിരുത്തിയവർ, അതായത് കേന്ദ്രമന്ത്രിമാരാകുമെന്ന് വിലയിരുത്തിയവർ പലരും സംഘടനാ ചുമതലയിലേക്ക് പോവുകയും അതേപോലെ തന്നെ സംഘടനാ ചുമതലയിലുണ്ടാകുമെന്ന് കരുതിയ പലരും ഈ കേന്ദ്രമന്ത്രി പദം ഏറ്റെടുക്കുകയും ചെയ്യുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അത്തരമൊരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെയാകും BJP ഇത്തവണ 2024 മന്ത്രിമാരുടെ പട്ടിക പുറത്തിറക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൃത്യമായൊരു പ്രാതിനിധ്യം സഖ്യകക്ഷികൾക്ക് കൂടി നൽകിയാണ് മന്ത്രിസഭാ രൂപീകരണം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് നരേന്ദ്രമോദിക്ക് പുറമെ ഈ ഏതാണ്ട് 30 പേർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന കൂട്ടത്തിൽ സഖ്യകക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കളും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും TDPയുടെ റാം മോഹൻ നായിഡു മന്ത്രിയാകുമെന്ന് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ഇന്നുണ്ടാകുമെന്ന് അറിയാൻ കഴിയുന്നു. അതേപോലെ തന്നെ JDUവിൻ്റെ ലലൻ സിംഗ് ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും അതേപോലെ തന്നെ സഞ്ജയ് ജാ ഇന്ന് സത്യപ്രതിജ്ഞ JDUവിൻ്റെ തന്നെ സഞ്ജയ് ജാ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നുമാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ LJPയുടെ ചിരാഗ് പസ്വാനും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഈ സഖ്യകക്ഷികളുമായി ബന്ധപ്പെട്ട ഈ സീറ്റ് വിഭജന ചർച്ചകൾ അല്ലെങ്കിൽ ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രധാനമായും ക്രോഡീകരിച്ചത് അത് BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും അടങ്ങുന്ന 3 അംഗ സംഘമാണ് ഈ പ്രധാനമായും സഖ്യകക്ഷികളുമായി ചർച്ച ചെയ്തത്. അങ്ങനെ നമുക്ക് ലഭ്യമായ സൂചനകൾ അനുസരിച്ച് പ്രധാനമായും 4 മന്ത്രിപദങ്ങളായിരിക്കും TDPക്ക് നൽകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ 3 ക്യാബിനറ്റ് മന്ത്രിമാരും അതേപോലെ തന്നെ ഒരു സഹമന്ത്രിമാരും ഒരു ജൂനിയർ മന്ത്രി എന്ന നിലയ്ക്കായിരിക്കും TDPക്ക് നൽകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ 2 ക്യാബിനറ്റ് പദവിയും ഒരു ജൂനിയർ മന്ത്രിയുടെ പദവിയുമാകും JDUവിന് നൽകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായും LJPക്കും അതേപോലെ തന്നെ NCPക്കും അടക്കം പ്രാതിനിധ്യമുണ്ട്. അതേപോലെ തന്നെ മന്ത്രിസഭയിൽ ഇത്തവണ മുതിർന്ന അംഗങ്ങളൊക്കെ തന്നെ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ, അതേപോലെ തന്നെ മധ്യപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അടക്കമുള്ളവർ ഇന്ന്, അതേപോലെ തന്നെ ബസവരാജ് ബൊമ്മായി അടക്കമുള്ളവർ ഈ മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മറ്റു ചില വാർത്തകൾ സ്വാഭാവികമായും കേൾക്കുന്നത് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ദേശീയ അധ്യക്ഷൻ എന്നുള്ള പദവി നീട്ടി നൽകിയത്. അദ്ദേഹവും മന്ത്രിസഭയുടെ ഭാഗമാകും. അതേപോലെ തന്നെ മറ്റൊരു മുതിർന്ന നേതാവ് BJPയുടെ നേതൃത്വം ഏറ്റെടുക്കും. അത്തരം വാർത്തകളുമൊക്കെ അല്ലെങ്കിൽ അത്തരം സൂചനകളുമൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഔദ്യോഗികമായ ഒരു കുറിപ്പ് പുറത്തു വരാതെ ഒരു കാരണവശാലും ഇതിൽ വ്യക്തത ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം BJP നേതൃത്വത്തിൽ അല്ലെങ്കിൽ ചില നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ പ്രകാരമാണ് ഏതാണ്ട് TDPക്ക് 4 മന്ത്രിസ്ഥാനം, 3 ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രിയും, അതേപോലെ തന്നെ JDUവിന് 3 മന്ത്രിസ്ഥാനം, 2 ക്യാബിനറ്റും ഒരു സഹമന്ത്രിസ്ഥാനവും, അതേപോലെ തന്നെ NCP, ശിവസേന അടക്കമുള്ള കക്ഷികൾക്ക് കൃത്യമായ പരിഗണന നൽകുമെന്നുള്ള സൂചനകളും ഇതിനോടകം തന്നെ ഈ BJP നേതാക്കളിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. ഏതായാലും ഇന്ന് 30ഓളം പേർ സത്യപ്രതിജ്ഞയാകും ഉണ്ടാകുക. ഏതാണ്ട് 75 മുതൽ 80 പേർ വരെ മുഴുവൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെ ബാക്കി മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകളും ഉണ്ടാകാൻ പോകുന്നു എന്നാണ്. നന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഈ 2 മന്ത്രിസഭയിലും ഒന്നാം നരേന്ദ്രമോദി സർക്കാരിലും 2ാം നരേന്ദ്രമോദി സർക്കാരിലും അത്യന്തം ഒരു ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മന്ത്രി പദവി വിഭജിക്കപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ മന്ത്രി പദവി ഓരോരുത്തർക്കും നൽകിയിരുന്നത്. കാരണം സംഘടനാ രംഗത്ത് ഉണ്ടാകുമെന്ന് കരുതിയവർക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുകയുണ്ടായി. മന്ത്രിസ്ഥാനം ലഭിക്കും എന്ന് കരുതിയവർക്ക്, അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചവർക്ക് സംഘടനാ നേതൃത്വത്തിൻ്റെ ആ ഒരു ചുമതലയും നൽകുന്നത്. അങ്ങനെ അത്യന്തം സസ്പെൻസ് എല്ലാ കാലത്തും നരേന്ദ്രമോദി ഭരണത്തിൻ്റെ ഒരു മികവാണ്. അത് ഈ സമയത്തും ഇന്നും നാളെയും നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും രാജ്യം വലിയ തയ്യാറെടുപ്പിലാണ്, ആഹ്ലാദത്തിലാണ്, എങ്ങും ആഘോഷ നിറവ് തന്നെയാണ്. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.